ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നിങ്ങളൊന്ന് മാറി കിടക്കുന്നുണ്ടോ? ഞാൻ മിണ്ടാത്തൊന്ന് എന്നോട് ഒട്ടിക്കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മിണ്ടാതെ കിടക്കടി, എനിക്ക് ഉറങ്ങണം, ഇല്ലേ ഇത് ഞാൻ എടുത്ത് കളയും. മഹി ആരുവിൻ്റെ എൻ്റെ സ്ട്രാപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആര് സംസാരം നിർത്തി വാടച്ചു വെച്ചതും മഹി ആരുവിൻ്റെ വലത് കൈ എടുത്ത് അവൻ്റെ തലയിൽ വെച്ചു. ശരിക്കും ചെകുത്താൻ തന്നെയാ, കൊള്ള ചെകുത്താൻ. ആര് പതിയെ പെറുപെറുത്ത് മുഖവും വീർപ്പിച്ച് മഹിയെയും ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ച് കണ്ണുകളടിച്ച് കിടന്നു. രാവിലെ ആരും എണീക്കുമ്പോൾ മഹി നല്ല ഉറക്കായിരുന്നു. ആര് ഇത്തിരി നേരം ശാന്തമായി ഉറങ്ങുന്ന മഹിയെ നോക്കി കിടന്നു. അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി ഒന്നുയർന്നു വന്ന് അവിടെ ചുണ്ടുകൾ ചേർത്ത് മഹിയെ അവൻ ഉണരാതെ പതിയെ മാറ്റി കിടത്തി. കട്ടിലിൽ കിടക്കുന്ന ടോപ്പും എടുത്തിട്ട് ആര് കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് ആരുവിന് ശരീരത്തിന് നല്ല ക്ഷീണം തോന്നിയെങ്കിലും കുളിച്ചിറങ്ങിയപ്പോൾ ശരീരത്തിന് വല്ലാത്ത ഉണർവ് തോന്നി. ആര് താഴേക്ക് ചെല്ലുമ്പോൾ ഇന്ദുവും സീതയും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. സിങ്കിൽ കഴുകിയെടുക്കാനുള്ള പാത്രങ്ങൾ കിടക്കുന്നത് കണ്ടതും ആര് വേഗം പോയി പാത്രങ്ങൾ കഴുകിയെടുക്കാൻ തുടങ്ങി. മോൾ അതൊക്കെ അവിടെ വെച്ച്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്നലെ രാവിലെ മുതൽ എൻ്റെ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇനി ഈ ജോലിയൊക്കെ ചെയ്ത് എവിടെയും തളർന്ന് വീഴും. അതുകൊണ്ട് മോളൊന്നും ചെയ്യണ്ട. എന്ത് വേഗം ആരുവിനെ തടഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും പാത്രങ്ങൾ വാങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്തോളാം അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആര് ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും പാത്രങ്ങൾ വാങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മോളെ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, മോൾക്ക് കൂടി ചെയ്യാനൊന്നുമില്ല. സീത കൂടി പറഞ്ഞതും ആര് കൈകേക്ക് തുടച്ച് അടുക്കളയിൽ ഇട്ടിരുന്ന ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിൽ പോയിരുന്ന് മുറത്തിൽ വെച്ചിരുന്ന പച്ചക്കറി വൃത്തിയാക്കി എറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പച്ചി, എനിക്ക് ഗ്രീൻ ടീ കിട്ടിയില്ല. ഉറക്കച്ചടവ് വിട്ടുമാറാതെ തലയും ചൊരിഞ്ഞ് ശരീരത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ലീവ്ലെസ് ബനിയനും മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു 3/4 ഇട്ട് ഉറക്കച്ചടവോട് അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അനഘയുടെ വേഷവും കോലവും കണ്ട് ഇന്ദുവിൻ്റെയും സീതയുടെയും മുഖമിരുണ്ടു. ആരുവാണെങ്കിൽ അവളെ നോക്കാതെ താൻ ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു. എന്താ അനഘ ഇത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റൂമിന് വെളിയിലേക്ക് ഇറങ്ങരുതെന്ന്? അവൾക്കുള്ള ഗ്രീൻ ടീ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും അത് അനഘയിൽ ദേഷ്യം നിറച്ചുവെങ്കിലും അവൾ ഒന്നും പറയാതെ ഇന്ദു കൊടുത്ത ഗ്രീൻ ടീയും വാങ്ങിക്കുടിച്ച് ഗ്ലാസ് ഇത്തിരി ശക്തിയിൽ ടേബിളിൽ വെച്ച് ചവിട്ടിത്തുള്ളി അവിടുന്ന് പോയി. അഹങ്കാരി, ഇവൾ ഇനി ഇവിടെ നിർത്തിയ ശരിയാകത്തില്ല. അനഘ പോകുന്ന വഴി നോക്കി ആരും മനസ്സിൽ പറഞ്ഞു. മോളെ, എന്തെങ്കിലും കഴിക്ക്. സ്കൂളിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വന്ന ആരുവിനെ നോക്കി ഇന്ദു പറഞ്ഞു. എനിക്കൊന്നും വേണ്ട എൻ്റെ ഇന്ദുട്ടി. ആര് ഇന്ദുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. വിശക്കുന്നില്ലേ മോളെ നിനക്ക്? പിന്നെ നന്നായി വിശക്കുന്നുണ്ട്, എന്നാലും ഞാൻ കഴിക്കില്ല. ആരും ഉറപ്പോടെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ച് നിന്നാ എങ്ങനെയാ ശരിയാകുക? മാഹി ഒരിക്കലും ഇവിടുന്ന് കഴിക്കില്ല മോളെ, അത് വർഷങ്ങളായിട്ട് അങ്ങനെയാ. വെറുതെ മോളെ നിന്നെ മോളുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നത്. ഇന്ദു ആരുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും വേണ്ടില്ലമ്മേ, അമ്മയുടെ മഹികൂടൻ്റെ ഈ ദുർവാശ അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കൂ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആരുവിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും ഇന്ദു പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. എന്നാ ഞാൻ പോവാമേ, സീതമ്മയോട് കൂടെ പറയണേ, ഇനി ഇന്ന വൈകും. അതും പറഞ്ഞ് പരിഭവത്തിൽ വീർത്ത ഇന്ദുവിൻ്റെ കവളിലൊരു പിച്ചു കൊടുത്ത് ആര് വേഗം പുറത്തേക്ക് പോയി. ഡേയ്, വന്ന് കയറി. താറിലിരിക്കുന്ന മഹി ആരുവിനെ കണ്ടതും അവളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നീ പോയില്ലേ? ആരും മഹിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. പിന്നെ ഈ അവസ്ഥ വെച്ച് നടന്നു പോയാൽ തൻ്റെ ശരീരം താങ്ങില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ആരും അധികം വാശി പിടിക്കാതെ വേഗം പോയി താറിൽ കയറി. എന്താ? ആര് കയറിയിരുന്നെന്ന് തന്നെ സംശയത്തിൽ വീക്ഷിക്കുന്ന മഹിയെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നീ കയറില്ലെന്ന് വിചാരിച്ചു, എന്നോട് പിണക്കല്ലേ? മഹി ആരുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ആരും ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നതും മഹി പിന്നെ കൂടുതൽ സംസാരത്തിന് ഇട കൊടുക്കാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. ആരുവിൻ്റെ കൂടെ മഹിയും സ്കൂളിലേക്ക് വന്നുവെങ്കിലും അധിക നേരം അവിടെ നിൽക്കാതെ തിരിച്ചു പോയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ആരും ക്ഷീണിച്ചു പോയിരുന്നു. ബസ്സിൽ കയറി പോകാനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് ഒരു ഓട്ടോ വിളിച്ചായിരുന്നു ആര് കോവിലകത്തേക്ക് പോയത്. ഓട്ടോ ഇറങ്ങി ആര് വീട്ടിലേക്ക് ചെന്നതും കാണുന്നത് സ്വീകരണ മുറിയിലിരിക്കുന്ന ഇന്ദുവിനെയാണ്. മോളാകെ ക്ഷീണിച്ചു, ഇനി ഈ വാശി വേണോ മോളെ? വാടി തളർന്നു വരുന്ന ആരുവിനെ കണ്ട് ഇന്ദു വിഷമത്തിൽ ചോദിച്ചു. ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാമേ. ഇന്ദുവിനെ നോക്കി ചിരിയോടതും പറഞ്ഞ് ആരും മുകളിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങിയെങ്കിലും ക്ഷീണവും വിഷമവും കാരണം ആരും ബെഡിൽ കിടന്നു. കിടന്നതേ ക്ഷീണം കാരണം അവൾ വേഗം ഉറങ്ങിപ്പോയിരുന്നു. ആരും ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ സമയം 8 ആയിരുന്നു.
ഈശ്വര, ഇത്രയും നേരം കിടന്നുറങ്ങിയോ? അമ്മയും സീതമ്മയ്ക്ക് എന്ത് കരുതിയോ ആവോ? ആരും മനസ്സിൽ പറഞ്ഞ് മുടി മാതി ഒതുക്കി വേഗം താഴേക്ക് പോയി. സ്റ്റെയർ ഇറങ്ങുമ്പോൾ ശരീരം തളരുന്നതും കണ്ണിലിരുട്ട് നിറയുന്നതും പോലെ തോന്നിയതും ആര് സ്റ്റെയറിന്റെ കൈവരിയിൽ മുറുകെ പിടിച്ചുവെങ്കിലും വാടിയ താമരത്തണ്ട് പോലെ ആര് കുഴഞ്ഞു നിലത്തേക്ക് വീണിരുന്നു. ആരുഷി! ആ കാഴ്ച കണ്ടുകൊണ്ട് മഹി അകത്തേക്ക് വന്നതും വേഗം ഓടിപ്പോയി ആരുവിനെ നെഞ്ചോട് ചേർത്ത് തട്ടി വിളിച്ചുവെങ്കിലും ആരുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നതും മഹിയിൽ ടെൻഷൻ വർദ്ധിച്ചു. അയ്യോ മോളെ! മഹിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന സീതയും ഇന്ദുവും സൂര്യനും മഹിയുടെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുന്ന ആരുവിനെ കണ്ട് പേടിയോട് അവന്റെ അടുത്തേക്ക് വന്നു. മഹിമോനെ, എന്താ മോൾക്ക് പറ്റിയത്? ആര് വിളിച്ചിട്ട് എണീക്കാത്തത് കണ്ട് സീത മഹിയോട് ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് ബോധം പറഞ്ഞ് വീണതാ. മഹി ടെൻഷനോട് അതും പറഞ്ഞ് ആരുവിനെയും ഭാര്യയെടുത്ത് മുകളിലേക്ക് പോയതും ആരുവിനെ ഓർത്ത് ടെൻഷനോട് അവരുടെ പിറകെ പോയി. ആരുചി, കണ്ണ് തുറക്ക്! ആരുവിനെ റൂമിലെ ബെഡിൽ കിടത്തി അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചുകൊണ്ട് മഹി വിളിച്ചുവെങ്കിലും ആരും ഒന്ന് കൺപോൾ അനക്ക് കൂടി ചെയ്യാത്തത് കണ്ട് മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. സൂര്യേട്ടാ, ഡോക്ടറെ വിളിക്ക്! താൻ ആരുവിന്റെ അടുത്തേക്ക് ചെന്നാൽ മഹിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് കരുതി കണ്ണീരോടെ റൂമിന്റെ ഒരു ഭാഗത്ത് മാറിയെന്ന് ആരുവിനെ വീക്ഷിച്ചിരുന്ന ഇന്ദു പെട്ടെന്നെന്തോ ഓർത്ത പോലെ സൂര്യയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞതും സൂര്യ വേഗം ഫോണെടുത്ത് ഡോക്ടറുടെ നമ്പർ ഡയൽ ചെയ്ത് പുറത്തേക്ക് പോയി. അരമണിക്കൂറിന്റെ ഉള്ളിൽ ഡോക്ടർ വന്നു. ആരുവിനെ പരിശോധിക്കാൻ വേണ്ടി എല്ലാവരും പുറത്തേക്ക് പോകാൻ പറഞ്ഞുവെങ്കിലും മഹി പോകില്ലെന്ന് പറഞ്ഞ് വാശിയിൽ അവിടെ തന്നെ ഇരുന്നു. ഡോക്ടർ, ആരുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് BP കുറഞ്ഞതാ. ഒരു ഇഞ്ചക്ഷൻ വെക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അത് പറഞ്ഞ് ഡോക്ടർ സിറിഞ്ചിൽ ഒരു മരുന്ന് നിറച്ച് ആരുവിന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയതും മഹി കണ്ണുകൾ ഇറുകയടിച്ചിരുന്നു. ഇനി പേടിക്കൊന്നും വേണ്ട, ഉടർന്നായി ഈ ടാബ്ലറ്റ് കൊടുത്താൽ മതി, ഓക്കെ ശരിയാകും. പിന്നെ നന്നായി ഫുഡ് കഴിക്കാൻ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അത് പറഞ്ഞെല്ലാം മഹിയെ പറഞ്ഞേൽപ്പിച്ച് ഡോക്ടർ പോയതും മഹി ആരും ഉണരുന്നതും നോക്കി അവളുടെ അരികിലിരുന്നു. കുറച്ച് കഴിഞ്ഞതും ആരും പതിയെ കണ്ണു തുറന്നതും കാണുന്നത് ചുവന്ന കണ്ണോടെ തന്നെ നോക്കിയിരിക്കുന്ന മഹിയാണ്. മഹിയേട്ടാ, നീ എന്താടി ചാവ നടക്കണോ? ആര് പതിയെ എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചതും മഹി അവളെ എണീപ്പിച്ചിരുത്തി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനാണ് നീ ഒന്ന് കഴിക്കാതെ നടന്നത്? ഞാൻ പറഞ്ഞതല്ലേ മഹിയേട്ടന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ ഞാനും കഴിക്കത്തില്ലെന്ന്. സീതമ്മേ, ഇവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ആര് പറഞ്ഞത് കാര്യമാക്കാതെ മഹി സീതയോട് ചോദിച്ചു. വേണ്ട, ഞാൻ കഴിക്കില്ല. ആരു, വെറുതെ വാശി പിടിക്കണ്ട. മഹിയേട്ടന് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല, നിങ്ങൾ ഇവിടുന്ന് കഴിക്കാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കഴിക്കത്തില്ല. ഞാൻ ചത്താലും ഇവിടെ ആർക്കും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യമൊത്ത് ടെൻഷൻ അടിക്കണ്ട. ആദ്യം വാശിയോടെയാണെങ്കിലും അവസാനം ഇല്ലാത്ത സങ്കടം മുഖത്ത് വരുത്തി ആരും മഹിയെ ഒളിക്കണ്ണിന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് നടക്കില്ല, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലം എനിക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തോണ്ട്. അതും പറഞ്ഞ് ആരും മുഖവും പിറിപ്പിച്ച് ബെഡിൽ കിടന്നു. ഡേയ്, എണീക്ക്, വലത് കഴിക്കാം. കുറച്ചു നേരം കഴിഞ്ഞതും മഹി ആരുവിനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളും കഴിക്കണം. ആ, ആര് പറഞ്ഞത് കേട്ട് മഹി മൂളിയതും ആരും ആശ്ചര്യത്തോടെ മഹിയെ നോക്കി. സത്യാണോ? ആര് കണ്ണുവിടത്തി മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഞാനും വരാം നിന്റെ കൂടെ. വന്നാൽ മാത്രം പോരാ, എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം, അതും ഇന്ന് മാത്രമല്ല എന്നും. ആര് പറഞ്ഞത് കേട്ട് മഹി മൗനം ഭരിച്ചു. എന്താ, പറ്റില്ലേ? പറ്റില്ലേ വേണ്ട, ഞാൻ പട്ടിണി കിടന്നു. വേണ്ട, ഞാൻ കഴിച്ചോളാം. ആര് ബാക്കി പറയുന്നതിന് മുമ്പായി മഹി വേഗം പറഞ്ഞു. ആരും മഹി പറഞ്ഞ കാര്യം വേഗം ഇന്ദുവിനോടും സീതയോടും പറഞ്ഞതും അവരാദ്യം ആശ്ചര്യപ്പെട്ടെങ്കിലും പിന്നെ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പാൻ താഴേക്ക് പോയി. താഴെ എത്തിയിട്ട് എന്നെ പറ്റിക്കില്ലല്ലോ? ആരും ഉറപ്പിക്കാനെന്നവണ്ണം മഹിയോട് ചോദിച്ചു. ഇല്ല. സത്യം? ആര് ചോദിച്ചതും അതേ എന്ന രീതിയിൽ മഹി തലയാട്ടി. ഗുഡ് ബോയ് ഉമ്മ. ആര് സന്തോഷത്തോടെ മഹിയുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവൻ്റെ മുഖത്തെല്ലാം ചുംബനങ്ങൾ കൊണ്ട് മൂടി. വാ മഹിയേട്ടാ, നമുക്ക് താഴെ പോകാം, അച്ഛനമ്മക്ക് ഒത്തിരി സന്തോഷമാകും. തൻ്റെ അവശതയൊക്കെ മറന്ന് ആരും ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മഹിയുടെ കയ്യും പിടിച്ച് നടന്നതും മടിയോടെയാണെങ്കിലും മനസ്സില്ല മനസ്സോട് ആരുവിന് വേണ്ടി മഹിയും അവളുടെ കൂടെ താഴേക്ക് നടന്നു. ഇരിക്കും മഹിയേട്ടാ. ഊൺമുറിയിലെത്തിയതും ആരും അടിച്ചു നിൽക്കുന്ന മഹിയെ പിടിച്ചിരുത്തി പ്ലേറ്റ് എടുത്ത് വെച്ച് അവനും അവൾക്കുള്ളത് വിളമ്പി എല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ കൂടെ കഴിക്കാനിരുത്തി. അമ്മ എന്താ മാറി നിൽക്കുന്നത്? ഇങ്ങ് വന്ന് ഇരിക്ക്. വാതിലിൻ്റെ അടുത്ത് നിന്ന് എത്തി നോക്കുന്ന ഇന്ദുവിനെ കണ്ടതും ആരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പിന്നെ ഇരുന്നോളാം.
മാഹിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇന്ദു അങ്ങോട്ട് വരാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താ നമുക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന ഇവിടെ വന്ന് ഇരിക്കമ്മേ. ആര് നിർബന്ധിച്ചതും ഇന്ദു പരിഭ്രമത്തോടെ മഹിയെ നോക്കിയതും ഒന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ വിരലിട്ടിളക്കിക്കൊണ്ടിരിക്കുന്ന മഹിയെ കണ്ടതും ഇന്ദു അവിടെ പോയി ഇരിക്കാൻ മടിച്ചു. വീണ്ടും ആരും നിർബന്ധിച്ചതും ഇന്ദു ദയനീയതയോടെ ആര്യവിനെ നോക്കിയതും ആരും അതൊന്നും കാര്യമാക്കാതെ ഇന്ദുവിനെ നിർബന്ധിച്ചതും ഇന്ദു വേറെ വഴിയില്ലാതെ അവരുടെ ഓപ്പോസിറ്റായുള്ള ചെയറിൽ വന്നിരുന്നു. കഴിക്കും മഹിയേട്ടാ. മഹിയേട്ടൻ കഴിക്കാതെ ഞാൻ കഴിക്കത്തില്ലട്ടോ. ഭക്ഷണത്തിൽ വിരലിട്ട് ഇളക്കുകയല്ലാതെ മഹി കഴിക്കാത്തത് കണ്ട് ആരും പതിയെ അവന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും മഹി ഒരു പിടി ചോറ് വാരി കഴിച്ചതും വർഷങ്ങൾക്ക് ശേഷം മഴ തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സൂര്യന്റെയും ഇന്ദുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു. മഹി തങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് ആരും സീതയും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. എന്തു പറ്റി മഹിയേട്ടാ? കുറച്ചു കഴിഞ്ഞതും മഹി ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയതും ആര് സംശയത്തിൽ മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മഹി ഒന്നും പറയാതെ മുഴുവനായി കഴിക്കാതെ മഹി കണ്ണു നിറച്ച് എണീറ്റ് കൈ കഴുകി അവിടുന്ന് പോയി. നിങ്ങൾ കഴിച്ചോ, ഞാനിപ്പോൾ വരാം. മഹി പോയതും ആര് സൂര്യയോടും ഇന്ദുവിനോടും സീതയോടുമായി പറഞ്ഞ് കൈ കഴുകി വേഗം മുകളിലേക്ക് പോയി. ആര് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് സിഗരറ്റ് എടുത്ത് പുകക്കാനൊരുക്കുന്ന മഹിയാണ്. മഹി അത് വലിക്കുന്നതിന് മുമ്പായി ആര് വേഗം പോയി മഹിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ജനൽവാതിൽ വഴി പുറത്തേക്ക് എറിഞ്ഞു. എന്തിനാ മുഴുവൻ കഴിക്കാതെ പാകതിക്ക് വെച്ച് എണീറ്റ് വന്നത്? അവർക്കൊക്കെ വിഷമായി. ആരും മഹിക്കടുത്തിരുന്നു കൊണ്ട് പറഞ്ഞതും മഹി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നതും ആരും മഹിയുടെ മുഖം ഉയർത്തിയതും അവന്റെ ചുവന്നു കലങ്ങി നിറഞ്ഞ മിഴികൾ കണ്ട് ആരും ഞെട്ടി. എന്താ മഹിയേട്ടാ, എന്തിനാ കരയുന്നത്? മഹിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ആരും വേവലാതിയോടെ ചോദിച്ചതും മഹി അവൾ ഇറുകപ്പെടുന്ന ആരുവിന്റെ നെഞ്ചിലായി മുഖം പൊഴുത്തി.